ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം സ്വർഗീയമായ സുഖങ്ങൾ പോലും സത്സംഗവുമായി തട്ടിച്ചു നോക്കുമ്പോൾ എത്രയോ തുച്ഛമാണ് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സത്സംഗത്തിൻ്റെ വൈശിഷ്ട്യം, എന്തുകൊണ്ടാണ് സത്സംഗം വിശേഷമായിട്ട് തീരുന്നത്, അതിനൊരു മാഹാത്മ്യം എന്തുകൊണ്ട് വരുന്നു എന്നത് ഒരു 3 ശ്ലോകം കൊണ്ട് പറയുകയാണ്. 35-ാമത്തെ ശ്ലോകം. യത്ര ഈഡ്യന്തെ യത്ര ഈഡ്യന്തെ കഥാഃ മൃഷ്ടാഃ തൃഷ്ണായാഃ മൃഷ്ടാസ്തൃഷ്ണായാഃ പ്രശമഃ പ്രശമോ യതഃ നിർവൈരം യത്ര ഭൂതേഷു ന ഉദ്വേഗഃ നോദ്വേഗോ യത്ര കശ്ചന. യത്ര യാതൊരു ഭക്തജന സംഗമത്തിൽ മൃഷ്ടാഃ കഥാഃ പരിശുദ്ധങ്ങളായ ഭഗവത് കഥകൾ ഈഡ്യതേ വാഴ്ത്തപ്പെടുന്നു എന്നത് കാരണം യതഃ അതുകൊണ്ട് തന്നെ നമ്മുടെ തൃഷ്ണായാഹ ഈ ഭോഗജീവിതത്തോടുള്ള ആ അമിതമായ ആഗ്രഹത്തിന് പ്രശമഃ ഒരു ശമനം വരുന്നു. മാത്രമല്ല, അങ്ങനെ ശമനം വരുന്നതിനോടൊപ്പം തന്നെ സർവത്ര നിറഞ്ഞിരിക്കുന്നത് ഈശ്വരനാണെന്ന ചിന്ത കുറച്ചൊക്കെ മനസ്സിൽ വരുന്നതുകൊണ്ട് യത്ര ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഭൂതേഷു പ്രാണികളിൽ നിർവൈരം ദ്വേഷബുദ്ധി കുറഞ്ഞു വരുന്നു. മാത്രമല്ല, യത്ര കശ്ചന ഒരു തരത്തിലുള്ള നമ്മുടെ ഭാവി കാര്യങ്ങളിൽ കശ്ചന ഉദ്വേഗഹന, നാളെ എന്ത് സംഭവിക്കും, ഇങ്ങനെയായാൽ അങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെയുള്ള യാതൊരു ഉദ്വേഗവും ഇല്ല. പക്ഷികളൊക്കെ എങ്ങനെയാണോ ജീവിക്കുന്നത്, ഇന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു, നാളത്തെ കാര്യം നാളെ നോക്കാം എന്ന ഒരു മനോഭാവത്തിലേക്ക് വരാൻ ഈ സത്സംഗം നമ്മെ സഹായിക്കും. 36-ാമത്തെ ശ്ലോകം. യത്ര നാരായണഃ സാക്ഷാത് ഭഗവാൻ ന്യാസിനാം ഗതിഃ സംസ്തൂയത്തെ സത്കഥാസു മുക്തസംഗൈഃ പുനഃ പുനഃ. യത്ര ഇങ്ങനെയുള്ള ആ സത്സംഗത്തിൽ വെച്ച് സത്കഥാസു സത്കഥകളിൽ ന്യാസിന സന്യാസികൾക്ക് പോലും ഗതിഹി ഏകാശ്രയമായ സാക്ഷാത് ഭഗവാൻ നാരായണഃ ഭഗവാൻ ശ്രീനാരായണൻ മുക്തസംഗൈഹി ഈ പറയുന്നവരും അങ്ങനെ ആയിരിക്കണമെന്നാണ്. എല്ലാ സംഘവും വിട്ട് യഥാർത്ഥ വിരക്തികളായിരിക്കണം ഇത്തരം സത്സംഗങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. അവരായിരിക്കണം ഭഗവാനെ കുറിച്ച് പ്രകീർത്തിക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് അത് കേൾക്കുന്നവരുടെ ഉള്ളിലേക്കത് അങ്ങനെ തറച്ചു കയറുന്നത്. ഇങ്ങനെ മുക്തസംഗരായ ഗുരുക്കന്മാരാൽ പുനഃ പുനഃ തുടരെ ഭഗവാൻ സംസ്തൂയത്തെ പ്രകീർത്തിക്കപ്പെടുന്നു. ഭഗവാൻ എന്നത് അഗ്നിയാണ്. അഗ്നിസ്വരൂപനായ ഭഗവാനെ കുറിച്ച് കേൾക്കുന്ന ആ കേൾവിയും അഗ്നിസ്വരൂപമാണ്. അങ്ങനെ കേൾവിയിലൂടെ ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന സമയത്ത് കുറേയൊക്കെ നമ്മുടെ മനോമാലിന്യങ്ങൾ കത്തിച്ചാമ്പലാകുന്നതാണ്. അങ്ങനെയാണ് തുടർച്ചയായി സത്സംഗത്തിന് പങ്കെടുക്കുന്നവർക്ക് കുറച്ചെങ്കിലും ഒരു മനസ്സിന് മാറ്റമൊക്കെ വരുന്നത്. ഒപ്പം ഭഗവാന്റെ അനുഗ്രഹവും കൂടിയേ തീരുള്ളൂ. എങ്കിലും പറയുകയാണ്, ആ അഗ്നി നമ്മുടെ ഉള്ളിൽ എങ്ങനെയെങ്കിലും കയറുക എന്നതാണ് പ്രധാനം. ഭഗവാനാകുന്ന അഗ്നി. 37-ാമത്തെ ശ്ലോകം. തേഷാം വിചരതാം പദ്ഭ്യാം തീർത്ഥാനാം പാവനേച്ഛയാ ഭീതസ്യ കിം ന രോചേത താവകാനാം സമാഗമഃ. പുണ്യസ്ഥലങ്ങൾക്ക് പൊതുവെ ഉള്ള ഒരു പുണ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാവനത ഉണ്ട്. അതിൻ്റെ കൂടെ യഥാർത്ഥ വിരക്തികളായ ഇതുപോലെയുള്ള യോഗികൾ
ആ പുണ്യസ്ഥലം സന്ദർശിക്കുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് കൂടുതൽ പരിശുദ്ധി കൈവരുന്നു. അതാണ് പറയുന്നത്, തീർത്ഥാനാം പാവനേച്ഛയ, പുണ്യസ്ഥലങ്ങളുടെ പാവനതയ്ക്കു വേണ്ടി പദ്ഭ്യാം വിചരത, കാൽനടയായി ഇത്തരം പുണ്യസ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന തേഷാം, അങ്ങനെയുള്ള യഥാർത്ഥ താവകാനാം, അങ്ങയുടെ ഭക്തന്മാരുടെ സമാഗമഃ, നിരന്തരമായ സമ്പർക്കം, ഭീതസ്യ, ഈ സംസാരത്തിൽ നിന്നുള്ള ദുഃഖങ്ങളിൽ ഒക്കെ ഭീതി ഉണ്ടായിരിക്കുന്ന ഒരുവന് കിംന രോചേത, അത് രുചികരമാവുകയില്ലേ? നാളെ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ അലയുന്ന ഈ സംസാര രോഗികൾക്ക് ഒരു ഔഷധമാണ് ഇത്തരം മഹാത്മാക്കളുമായിട്ടുള്ള സത്സംഗം. കുറച്ചു നേരം അങ്ങനെ ഇരുന്നാൽ തന്നെ മതിയാകും, നമ്മുടെ ഉള്ളിൽ ഒരു ശാന്തി നിറയുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇത്രയൊക്കെ സത്സംഗത്തിന്റെ മഹത്വം പറയാൻ സാധിച്ചത് ഞങ്ങൾ ആ സത്സംഗത്തിന്റെ ഫലം അനുഭവിച്ചവരാണ്. അതാണ് 38-ാമത്തെ ശ്ലോകം. വയം തു സാക്ഷാത് ഭഗവൻ ഭവസ്യ പ്രിയസ്യ സഖ്യുഃ ക്ഷണസംഗമേന സുദുശ്ചികിത്സസ്യ ഭവസ്യ മൃത്യോഃ ഭിഷക്തമം തു അദ്യ വാദ്യ ഗതിം ഗതാഃ സ്മഃ. ഹേ ഭഗവൻ, വയം തു, ഞങ്ങളാകട്ടെ, പ്രിയസ്യ, അവിടുത്തെ പ്രിയപ്പെട്ട സഖ്യുഹു, സഖാവായ, സാക്ഷാത് ഭവസ്യ, സാക്ഷാൽ പരമശിവന്റെ ക്ഷണസംഗമേന, ഏതാനും നിമിഷം മാത്രമാണ് ആ പരമശിവന്റെ സത്സംഗം ഞങ്ങൾക്ക് ലഭിച്ചത്. എന്നിട്ട് പോലും അത്രയും യോഗിയായിട്ടുള്ള ഭഗവാന്റെ സത്സംഗം ഒരു ക്ഷണം ലഭിച്ചതിൻ്റെ കാരണം സുദുശ്ചികിത്സസ്യ, ചികിത്സിച്ചു മാറ്റുവാൻ പ്രയാസമുള്ള, ഭവസ്യ, ഇവിടെ ഭവം എന്നതുകൊണ്ട് ജനന മരണം, ജനനത്തിൻ്റെയും മൃത്യോഹോ, മരണത്തിൻ്റെയും ഭിഷക്തമം, മഹാചികിത്സകനായ ത്വാ, അങ്ങയെ അദ്യ, ഇന്ന് ഗതിം ഗതാഃ സ്മഃ, ഞങ്ങൾക്ക് ആശ്രയമായിട്ട് പ്രാപിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ആശ്രയമായി അങ്ങിവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായിട്ടുള്ള അങ്ങ് ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഈ ദർശനം നൽകാൻ തന്നെ കാരണമായത് അങ്ങയെ പോലെ തന്നെ മഹായോഗിയായ സാക്ഷാൽ പരമശിവനുമായുള്ള സത്സംഗം കുറച്ചു നേരത്തേക്ക് ലഭിച്ചതാണ്. ഇതിൽ പരം ഒരു ഉദാഹരണം വേറെ എന്താണ് വേണ്ടത്? ഒരു യോഗിയുടെ സത്സംഗം ലഭിക്കുമ്പോൾ അതിലൂടെ കിട്ടുന്ന മറ്റൊരു വരലാഭം എന്നത് ഭഗവത് ദർശനം തന്നെ ആയിരിക്കുന്നു എന്നതിൽ പരം ഒരു മഹത്വം സത്സംഗത്തിന് വേറെ എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ സത്സംഗ മഹത്വം പറഞ്ഞതിന് ശേഷം വീണ്ടും ഭഗവാന്റെ പ്രസാദത്തിനായിട്ടാണ്, അതാണ് വീണ്ടും വരമായിട്ട് ചോദിക്കുന്നത്. 39-40 ശ്ലോകങ്ങൾ. യന്നഹ യത് നഹ സ്വധീതം ഗുരവഃ പ്രസാദിത വിപ്രാഹ ച വിപ്രാശ്ച വൃദ്ധാഹ ച വൃദ്ധാശ്ച സദാ അനുവൃത്യ ആര്യാഹ നതാഹ സുഹൃദഃ സുഹൃദോ ഭ്രാതരഃ ച ഭ്രാതരശ്ച സർവാണി ഭൂതാനി അനസൂയയാ ഏവ. അനസൂയയൈവ. 40. യത് നഹ യന്നഹ സുതപ്തം തപഃ ഏതത് ഈശാ ഏതദീശാ നിരന്ധസാം കാലം അദഭ്രം അപ്സു കാലം അദഭ്രം അപ്സു സർവം തദാ ഏതത് പുരുഷസ്യ തദേതത് പുരുഷസ്യ ഭൂമ്നഃ ഭൂമ്നോ വൃണീമഹേതേ പരിതോഷണായ. ഏ ഈശ, നഹ, ഞങ്ങളാൽ, സ്വധീതം, ഒരുപാട് കാലം വേദ അധ്യയനമൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളാൽ അധ്യയനം ചെയ്യപ്പെട്ട വേദത്തിൻ്റെ മഹത്വവും അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ അധ്യയനം ചെയ്തു എന്ന കാര്യവും ഗുരവഃ വിപ്രാഹ ച, ഗുരുജനങ്ങളും ബ്രാഹ്മണരും, വൃദ്ധാഹ ച, വൃദ്ധന്മാരും, സദാ അനുവൃത്യ, നിരന്തരം അനുസരണത്തോടുകൂടിയ ശുശ്രൂഷയാൽ പ്രസാദിതാഹ, സംതൃപ്തരാക്കപ്പെട്ടു. അതായത് ഞങ്ങൾ വേദാധ്യയനവും ഒക്കെ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ
കൊട്ടാരത്തിലായിരിക്കുന്ന സമയത്ത് ഗുരുക്കന്മാരെയും ബ്രാഹ്മണരെയും വൃദ്ധരെയും ഞങ്ങൾ പൂജിച്ചതിൻ്റെ ഫലമായി അവരൊക്കെ ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ശുശ്രൂഷയിൽ അവരൊക്കെ തൃപ്തരായിട്ടുണ്ട്. അതേപോലെ തന്നെ അനസൂയയാ, ഒട്ടും അസൂയയില്ലാത്ത മനോഭാവത്തോടുകൂടെ, അനസൂയയാ ഏവ ആര്യാഹ, വിശിഷ്ടരായ ഞങ്ങളുടെ സുഹൃദഃ, സുഹൃത്തുക്കളും ഭ്രാതരഃ, സഹോദരന്മാരും നതാഹ, ആദരിക്കപ്പെട്ടു. സർവാണി ഭൂതാനി ച, എല്ലാ ജീവജാലങ്ങളും ആദരിക്കപ്പെട്ടു. യത്, ഇതൊക്കെ തന്നെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ ഞങ്ങളെ ആ രീതിയിലാണ് കണ്ടത്. ഞങ്ങളാൽ സേവിക്കപ്പെട്ട ആളുകളൊക്കെ ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരാൽ ഞങ്ങൾ അനുഗ്രഹീതരായിട്ടുണ്ട്. എങ്കിലും അതെല്ലാം അങ്ങേക്കും പ്രസാദമായി തീരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ കൂടെ യത് തത്, യാതൊന്നാണോ അതും, അതായത് ഇത്രയും കാലം ഞങ്ങൾ ഇവരെയൊക്കെ ശുശ്രൂഷിച്ചതിനാൽ അവർ ഞങ്ങളിൽ പ്രസാദിച്ചതും, അതിൻ്റെ കൂടെ അദഭ്രം കാലം, ഇത്രയെന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അത്രയും കാലം നിരന്ധസ, നിരാഹാരരായിട്ട്, നഹ ഞങ്ങൾ, അപ്സു ഈ വെള്ളത്തിൽ, ഏതത് തപഹ ഈ വിധം തപസ് അനുഷ്ഠിക്കപ്പെട്ടു, സുതപ്തം വളരെയധികം തപിച്ചിട്ടാണ് ഞങ്ങൾ ഈ തപസ് ചെയ്തത്. ഇങ്ങനെ ഞങ്ങളാൽ ചെയ്യപ്പെട്ട യത് തത്, ആ തപസ്സും ഏതത് സർവം ഇതെല്ലാം തന്നെ ഭൂംനഃ പുരുഷസ്യ, സർവവ്യാപിയായി എല്ലാവരുടെയും ആത്മജ്യോതിസായി നിലകൊള്ളുന്ന തേ പരിതോഷണായ, അങ്ങയുടെ സന്തോഷത്തിന് ഉതകുമാറാകട്ടെ എന്ന വരം വൃണീമഹേ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ഭഗവാന്റെ സന്തോഷത്തിനായി ഭവിക്കണമേ. ഇതാണ് ഓരോ ഭക്തനും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഉള്ളിൽ കരുതേണ്ട പ്രാർത്ഥന. അങ്ങനെ ഭഗവാന് സന്തോഷിക്കാൻ എൻ്റെ ഈ പ്രവൃത്തിക്ക് സാധിക്കുന്നുണ്ടോ ഭഗവാനെ എന്ന് ഓരോ നിമിഷവും ചിന്തിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ തെറ്റ് ചെയ്യാനുള്ള പ്രവണത കുറഞ്ഞു കുറഞ്ഞു വരികയും പിന്നീട് ഒരു തെറ്റും ചെയ്യാതിരിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ പാപം മാത്രം നശിച്ചാൽ പോരാ, പാപവാസനയും നശിക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഈ ഒരു ചിന്താഗതി വളർത്തിയെടുക്കണം. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഇത് ഭഗവാൻ ഇഷ്ടപ്പെടുമോ, ഞാൻ ഇങ്ങനെ ചെയ്താൽ ഭഗവാൻ ഇഷ്ടപ്പെടുമോ എന്ന ഒരു ചിന്ത എപ്പോഴും ഉണ്ടാവണം. അത് നമ്മെ കൂടുതൽ ശുദ്ധീകരിക്കും. അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ പ്രചേതസ്സുകൾ ചോദിക്കുന്നത്. ഇതിനു മുൻപ് കുറച്ച് ഭഗവാനെ സ്തുതിച്ചിരുന്നു. അതൊന്നും അങ്ങയുടെ മഹത്വത്തെ അറിഞ്ഞുകൊണ്ടല്ല, പക്ഷെ എന്നിട്ടും ഞങ്ങൾ അങ്ങനെ സ്തുതിക്കാൻ കാരണം ഇതാണ് എന്ന് പറയുകയാണ് 41-ാമത്തെ ശ്ലോകം. മനുഹു സ്വയംഭൂഹു ഭഗവാൻ, സ്വയംഭൂർഭഗവാൻ ഭവഃ ച ഭവശ്ച യേ അന്യേ തപോജ്ഞാന വിശുദ്ധ സത്വാഹ അദൃഷ്ടപാരാഹ അപി യന്മഹിംനഃ സ്തുവന്തി അഥഃ സ്തുവന്ത്യഥോ തു ആത്മസമം ഗൃണീമഃ. മനുഹു സ്വയംഭുവ മനു, സ്വയംഭൂവായിട്ടുള്ള ബ്രഹ്മാവ്, ഭഗവാൻ ഭവഃ ച സർവജ്ഞനായ ശ്രീരുദ്രൻ എന്നിവരും, തപോജ്ഞാന വിശുദ്ധ സത്വാഹ തപസ് ജ്ഞാനം എന്നിവയാൽ ശുദ്ധമായ അന്തഃകരണത്തോടുകൂടിയ മറ്റ് അന്യേ എത്രയോ യോഗികളും, യൻ മഹിംനഃ അങ്ങയുടെ മഹത്വത്തിൻ്റെ അദൃഷ്ടപാരാഹ അപി അറ്റം കണ്ടെത്താത്തവരായിരുന്നിട്ടും അങ്ങയെ അവരാൽ കഴിയുന്നത് പോലെ സ്തുവന്തി സ്തുതിച്ചുകൊണ്ടിരുന്നു. അധോ അതിനാൽ ഈ ഞങ്ങളും ആത്മസമം ഞങ്ങളുടെ സ്വബുദ്ധിക്ക് അനുസൃതമായിട്ട്, ഞങ്ങൾ എത്രയാണോ അങ്ങയെക്കുറിച്ച് അറിഞ്ഞത് അത്രയും അനുസരിച്ച് അത്രമാത്രം ത്വാ ഗൃണീമഃ അങ്ങയെ ഞങ്ങളിതാ സ്തുതിക്കുന്നു. അങ്ങയെ സ്തുതിച്ചവരാരും മുഴുവനായി അങ്ങയെ അറിഞ്ഞുകൊണ്ടല്ല സ്തുതിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങളാൽ കഴിയുന്നത് പോലെ ഇതാ ഞങ്ങളും അങ്ങയെ സ്തുതിക്കുന്നു.
42-ാമത്തെ ശ്ലോകം. നമഃ സമായ ശുദ്ധായ പുരുഷായ പരായ ച വാസുദേവായ സത്വായ തുഭ്യം ഭഗവതേ നമഃ. സമായ എല്ലായിടത്തും ഒരുപോലെ ഉള്ളവനും, ശുദ്ധായ വിശുദ്ധ സത്വസ്വരൂപനും, പരായ പുരുഷായ പരംപുരുഷനുമായിരിക്കുന്ന, സത്വായ സത്വമൂർത്തിയായ, വാസുദേവായ ഭഗവതേ ശ്രീ വാസുദേവനായും, ഐശ്വര്യാദി 6 ഗുണങ്ങൾ, ഐശ്വര്യം തുടങ്ങിയ 6 ഗുണങ്ങളോട് ചേർന്നിരിക്കുന്നവനും ആയ ഭഗവാനെ തുഭ്യം നമഃ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ഇനി മൈത്രേയ മഹർഷിയാണ് പറയുന്നത്. 43-ാമത്തെ ശ്ലോകം. ഇതി പ്രചേതോഭിഃ അഭിഷ്ടുതഃ പ്രചേതോഭിരഭിഷ്ടുതോ ഹരിഃ പ്രീതഃ തഥാ ഇതി ആഹ. പ്രീതസ്തഥേത്യാഹ ശരണ്യവത്സലഃ അനിച്ഛതാം യാനം അതൃപ്തചക്ഷുഷാം യാനമതൃപ്തചക്ഷുഷാം യയൗ സ്വധാമാൻ അപവർഗവീര്യഃ സ്വധാമാൻ അപവർഗവീര്യഃ. ഇതി ഇങ്ങനെ, പ്രചേതോഭിഃ പ്രചേതസ്സുകളാൽ, അഭിഷ്ടുതഃ സ്തുതി ചെയ്യപ്പെട്ട, ശരണ്യവത്സലഃ ശരണാഗതവത്സലനായ, ഹരിഃ ഭഗവാൻ ശ്രീഹരി, പ്രീതഃ സന്തുഷ്ടനായിട്ട്, നിങ്ങൾ ചോദിച്ച എല്ലാ കാര്യങ്ങളും, അതായത് ഏത് ജന്മമെടുത്താലും ഭക്തനായിരിക്കണം, ഉന്നത ഭക്തിയുള്ള ഗുരുക്കന്മാരുടെ സത്സംഗം ലഭിക്കണം, ഇങ്ങനെയൊക്കെയുള്ള വരങ്ങളാണ് ചോദിച്ചത്. അത് തഥാ ഇതി തഥാസ്തു എന്ന് ഭഗവാൻ ആഹ അരുളി ചെയ്തു. അനപവർഗവീര്യഃ മഹിമ എത്രയെന്ന് പറയാൻ സാധിക്കാത്ത ആ ഭഗവാൻ, അതൃപ്ത ചക്ഷുഷാം തന്നെ കണ്ടിട്ട് മതിയാവാതെ ഇരിക്കുകയാണ് പ്രചേതസ്സുകൾ എന്ന് മനസ്സിലായി. പക്ഷേ ഭഗവാൻ അങ്ങനെ എല്ലായ്പ്പോഴും അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഭഗവാന്റെ യാനം, ഭഗവാൻ തിരിച്ചു പോകുന്നത് അനിച്ഛതാം, അവരാഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ സാധിച്ചാൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്ന പ്രചേതസ്സുകളെ, അവരുടെ ആ മനോഭാവം മനസ്സിലാക്കി. പക്ഷേ അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ സ്വധാമ യയൗ, തൻ്റെ ആവാസമായ സ്വധാമത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക്, യയൗ യാത്ര തിരിച്ചു. ഭഗവാൻ പോയതിനു ശേഷം തപസ് അവസാനിപ്പിച്ച് തിരിച്ച് തങ്ങളുടെ രാജ്യത്തേക്ക് പോകാൻ തീരുമാനിച്ച് ആ ജലാശയത്തിൽ നിന്ന് പുറത്തിറങ്ങിയ അവർ കാണുന്ന കാഴ്ച, ഭൂമിയാകെ മരങ്ങൾ വളർന്നു നിൽക്കുകയാണ്. ഇതിന് കാരണം പ്രചേതസ്സുകളുടെ പിതാവായ പ്രാചീന ബർഹിസ് വിരക്തനായി രാജ്യം ഉപേക്ഷിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ അരാജകത്വം വന്നു. ആരും ഒന്നും ശ്രദ്ധിക്കാതെയായി. അങ്ങനെ വെട്ടും കിളയും കൃഷിയും ഇല്ലാതായതോടെ നാട് മുഴുവൻ കാടായി മാറി. ഇങ്ങനെ തപസിദ്ധി ആർജിച്ചു വന്ന പ്രചേതസ്സുകൾ കാടിനെ കണ്ട് അവർക്ക് കോപം വന്നു എന്നാണ്. അപ്പോൾ ഇത്രയും തപസ് ചെയ്തിട്ടും മനസ്സിനെ അടക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം. 44-ാമത്തെ ശ്ലോകം. അഥ നിര്യായ സലിലാൻ പ്രചേതസഃ ഉദന്വതഃ വീക്ഷ്യ അകുപ്യൻ ദ്രുമൈഃ ഛന്നാം ഗാം റോദ്ധുമിവ ഉച്ഛ്രിതൈഃ. അഥ അനന്തരം പ്രചേതസ്സുകൾ ഉദന്വതഃ സമുദ്രത്തിനടുത്തുള്ള ആ സലിലാത്ത് ജലാശയത്തിൽ നിന്ന് നിര്യായ പുറത്തേക്ക് കയറി വന്ന ശേഷം ഗാം റോദ്ധും ഇവ, ഇവിടെ വൃക്ഷങ്ങളെയാണ് വർണ്ണിക്കുന്നത്. സ്വർഗലോകത്തെ എത്തിപ്പിടിക്കാൻ വെമ്പുകയാണോ? അതാണ് സ്വർഗലോകത്തെ തടയുവാൻ, അല്ലെങ്കിൽ അങ്ങോട്ടുള്ള വഴി രോദ്ധും ഇവ നിരോധിക്കുവാനോ എന്ന് തോന്നുമാറ് അത്രയും ഉയരത്തിൽ, ഉച്ഛ്രിതൈഹി അത്രയും ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന, ദ്രുമൈഹി വൻമരങ്ങളാൽ ഛന്നാം ആച്ഛാദിതമായിരിക്കുന്ന ഗാം വീക്ഷ്യ ഭൂമിയെ കണ്ട് അകുപ്യൻ കുപിതരായി.
മനസ്സ് നിയന്ത്രിക്കുകയാണ് ശരിക്കും എല്ലാ തപസ്സിൻ്റെയും അനന്തരഫലം എന്ന് പറയുന്നത്. എന്നാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ അതിന് വിപരീതമായ സാഹചര്യത്തിൽ ജീവിച്ച് ശീലിച്ചു വേണം മനസ്സിനെ നിയന്ത്രിക്കാൻ. അല്ലാതെ ആരുമില്ലാത്ത ഒരിടത്ത് പോയി കുറേ നാൾ തപസ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് തോന്നും മനസ്സ് നിയന്ത്രിതമായി എന്ന്. എന്നാൽ അതൊരിക്കലും സത്യമല്ല. സാഹചര്യം വരുമ്പോഴാണ് മനസ്സിലാവുക നിയന്ത്രിതമായോ ഇല്ലയോ എന്ന്. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്, പൂർണ്ണമായിട്ടുള്ള വിരക്തി വന്നാൽ മാത്രമേ സന്യസിക്കാൻ പോകാവുള്ളൂ. അപ്പോൾ ഇവിടെ പ്രചേതസ്സുകൾ സന്യസിക്കാൻ വന്നതല്ല, അവരൊരാഗ്രഹത്തിനായി തപസ് ചെയ്യാൻ തന്നെയാണ് വന്നത്. പക്ഷേ അത്ര പോലും പറയുകയാണ്, ഇത്രയും കാലം തപസ് ചെയ്തിട്ട് പോലും അവരുടെ ആഗ്രഹത്തെ സാധിച്ചെടുത്തു എന്നല്ലാതെ, അല്ലെങ്കിൽ ഭഗവാനിലുള്ള ഭക്തി വർദ്ധിച്ചു എന്നൊക്കെ ഉള്ളത് ശരിയാണ്. പക്ഷേ മനസ്സിനെ അപ്പോഴും നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. ഇത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത് അറിയണമെങ്കിൽ പല യോഗികളുടെയും ഒക്കെ ജീവചരിത്രം വായിക്കണം, ആത്മകഥയോ ജീവചരിത്രമോ വായിക്കണം. അവരത് സത്യസന്ധമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അവധൂത നാഥാനന്ദജിയുടെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് തന്നെ പറ്റിയ പല അബദ്ധങ്ങളെക്കുറിച്ചും. അദ്ദേഹം 20-ാമത്തെ വയസ്സിൽ വീട് വിട്ടു പോയതാണ്. അതും ഒരു തോന്നലിൻ്റെ പുറത്താണ്. എൻ്റെ ജീവിതം സന്യാസത്തിന് വേണ്ടിയാണ് എന്ന് ചിന്തിച്ച് തന്നെ മലയാളിയായിട്ടുള്ള അദ്ദേഹം വീട് വിട്ടു പോയി. പിന്നീട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ആ കാട്ടിൽ നിന്നാണ് അദ്ദേഹത്തിന് ഗുരുവിനെ ലഭിക്കുന്നതും. ആ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം പിന്നീട് അദ്ദേഹം ഹിമാലയം മുതൽ ഇങ്ങോട്ട് കാശിയിലും എല്ലായിടത്തുമായിട്ട് അദ്ദേഹം യാത്ര ചെയ്യുകയായിരുന്നു. ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ, നർമ്മദാ പരിക്രമണം നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഈ മായയുടെ ഒരു പ്രഭാവത്താൽ എന്ന് അദ്ദേഹം തന്നെ പിന്നീട് പറയുന്നുണ്ട്, ഒരു സ്കൂളിൻ്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ടി വരികയാണ്. സന്യസിക്കാൻ ഇറങ്ങിയ ആളാണ്, പക്ഷേ അത് അങ്ങനെ സ്വാഭാവികമായി വന്നു ചേർന്നു. കുറച്ച് ദിവസം അവിടെ ആ നർമ്മദയുടെ ഒരു നദിക്കരയിൽ തങ്ങിയപ്പോൾ അവിടെ നിന്നൊരാളെ പരിചയപ്പെടുന്നു. അവർ അദ്ദേഹത്തിന് ഈ ഒരു നിയോഗത്തെ കൊടുക്കുകയാണ്. അതങ്ങനെ ഒരു സ്കൂളാണ്, പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. അങ്ങനെ ഇദ്ദേഹത്തെ അവിടുത്തെ സ്കൂളിൻ്റെ ഒരു മാനേജർ എന്ന നിലയിലും അധ്യാപകൻ എന്ന നിലയിലും ഒക്കെ അദ്ദേഹത്തെ നിയമിച്ചു. അവിടെ ക്ലാസ് എടുക്കാൻ വന്ന ഒരു ടീച്ചർ ആദ്യമൊക്കെ വളരെ സൗഹൃദത്തോടു കൂടെ മുന്നോട്ട് പോയെങ്കിലും പിന്നീട് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി തങ്ങളുടെ ഉള്ളിൽ ഒരു ഇഷ്ടം വളരുന്നു എന്ന്. ആ സമയത്ത് അദ്ദേഹത്തിന് 25 വയസ്സോ മറ്റോ പ്രായമുള്ളൂ. സ്വാഭാവികമായും ആ പെൺകുട്ടിയും ചെറുപ്പമാണ്. അങ്ങനെ തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ തനിക്ക് സാധിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ അദ്ദേഹം മറ്റൊരു അനുഭവം എഴുതിയിട്ടുണ്ട്. ഒരുപാട് വർഷമായി സന്യാസ ജീവിതത്തിൽ ഇരുന്ന ഒരാൾ, അവിടെ ഒരു സന്യാസിമാർക്കൊക്കെ ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള ഒരു താമസ സ്ഥലം പോലെ ഒരു സ്ഥലം, അവിടെ ഭക്ഷണം വെക്കാൻ വന്ന ഒരു അച്ഛനും മകളും. ആ മകളുമായിട്ട് അദ്ദേഹത്തിന് പ്രണയമുണ്ടായി. അവസാനം നാട്ടുകാരുടെയും അല്ലെങ്കിൽ അതറിഞ്ഞവരുടെയൊക്കെ കുത്തുവാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹം നാട് വിട്ടു പോവുകയാണ് ചെയ്തത്. ഇത് കാണിക്കുന്നത് ആരും ശല്യപ്പെടുത്താനില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് വർഷങ്ങളോളം തപസ് ചെയ്താൽ നമുക്ക് തോന്നും നമ്മൾ നമ്മുടെ വികാരങ്ങളെയെല്ലാം നിയന്ത്രിച്ചു എന്ന്. ഒരിക്കലും അത് ശരിയാകണം എന്നില്ല. അതേസമയം ഗൃഹസ്ഥാശ്രമത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ചുറ്റിലുമുള്ള, എന്തിന് ചിലപ്പോൾ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ സ്വന്തം ആളുകളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതൊക്കെ സഹിച്ച് അല്ലെങ്കിൽ അവരോട് അതിൻ്റെ പേരിൽ ദേഷ്യപ്പെട്ട് പിന്നീട് മനസ്സിനെ പാകപ്പെടുത്തിയെടുത്ത്, ഇങ്ങനെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ ഗൃഹസ്ഥാശ്രമം പോലെ നല്ലൊരു പാഠശാല മറ്റൊന്നില്ല. അതുകൊണ്ടാണ് ഗൃഹസ്ഥാശ്രമം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പറയുന്നത്. ആ ഗൃഹസ്ഥാശ്രമത്തിലിരുന്നു കൊണ്ട് സ്നേഹിക്കുന്നവരോട് അധികം ആസക്തിയില്ലാതെയും നമ്മോട് അഭിപ്രായ വ്യത്യാസമുള്ളവരോട് ദേഷ്യം തോന്നാതെയും അത് അവരുടെ സ്വഭാവമാണെന്ന് അംഗീകരിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്ത് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ
പ്രചേതസ്സുകൾ ഒറ്റയ്ക്ക് പോയിരുന്നു, അതായത് ആരുടെയും ശല്യമില്ലാതെ ആ സമുദ്രത്തിനുള്ളിൽ 10,000 വർഷം തപസ് ചെയ്തിട്ടും അവരുടെ മനസ്സിന് നിയന്ത്രണം വന്നിട്ടില്ല എന്നതിൻ്റെ തെളിവായിട്ടാണ് ഇവിടെ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഭൂമി മുഴുവൻ മരങ്ങൾ വളർന്നു നിൽക്കുന്നത് കണ്ട് കോപിഷ്ഠരായത്. 45-ാമത്തെ ശ്ലോകം. തതഃ അഗ്നിമാരുതൗ തതോ അഗ്നിമാരുതൗ രാജൻ അമുഞ്ചൻ മുഖതഃ മുഖദോ രുഷാ മഹീം നിർവീരുധം കർത്തും സംവർത്തക ഇവാത്യയേ. ഹേ രാജൻ, വിദുരരെ, തതഃ അനന്തരം അവർ മഹീം ഈ ഭൂമിയെ നിർവീരുധം, വീരുത്ത് എന്ന് വെച്ചാൽ വള്ളിപ്പടർപ്പുകൾ പോലെയുള്ള ആ സസ്യവിഭാഗത്തെയാണ് വീരുത്ത് എന്ന് പറയുന്നത്. അങ്ങനെ നിർവീരുധം എന്ന് വെച്ചാൽ ഒരു വള്ളിപ്പടർപ്പ് പോലും ഇല്ലാതാക്കാൻ വേണ്ടി, അങ്ങനെ കർത്തും ചെയ്യുവാൻ വേണ്ടി, രുഷാ കോപത്താൽ, അത്യയെ കൽപ്പാന്തകാലത്തിലെ സംവർത്തക കാലാഗ്നിരുദ്രൻ ഇവ എന്നതുപോലെ മുഖതഃ അവരുടെ മുഖത്ത് നിന്ന് ആ തപശക്തി കൊണ്ട്, തപസ് ചെയ്താൽ ഇങ്ങനെയുള്ള കുറെ സിദ്ധികൾ ലഭിക്കും, പക്ഷേ അത് വിവേകത്തോടെ കൈകാര്യം ചെയ്യാനും കൂടെ അറിയണം. അതിനാണ് മനസ്സിന് യമനിയമാദികളിലൂടെ ആ ശാന്തിയെ കൊടുക്കേണ്ടത്, ഒരു അടക്കത്തെ കൊടുക്കേണ്ടത്. പക്ഷെ അതിന് ഇവർക്ക് സാധിച്ചില്ല. ഈ പ്രചേതസ്സുകളുടെ മുഖത്ത് നിന്ന് അഗ്നിമാരുതവും തീയും കാറ്റും അമുഞ്ചൻ പുറത്തുവിട്ടു. സത്യത്തിൽ ഏതാനും മരങ്ങൾ വെട്ടിമാറ്റിയിട്ട് നല്ലൊരു വഴി വെട്ടിത്തെളിച്ചാൽ മതിയായിരുന്നു. പക്ഷേ അതല്ല, ദേഷ്യം വന്നപ്പോൾ പിന്നെ ഒന്നും വേണ്ടാന്നായി. അങ്ങനെ ഒരു മാനസിക നിലയിലേക്ക് അവർ എത്തിച്ചേർന്നു. അത് ആ ക്രോധം കൊണ്ടാണ്. 46-ാമത്തെ ശ്ലോകം. ഭസ്മസാത് ക്രിയമാണാൻ താൻ ദ്രുമാൻ വീക്ഷ്യ പിതാമഹഃ ആഗതഃ ശമയാമാസ പുത്രാൻ ബർഹിഷ്മതോ നയൈഹി. ഭസ്മസാത് ക്രിയമാണാൻ, ചുട്ടരിച്ച് ചാമ്പലാക്കി മാറ്റപ്പെടുന്ന താൻ ദ്രുമാൻ, ആ വൃക്ഷങ്ങൾ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ഭസ്മമായി തീരുകയാണ്. ഇത് കണ്ടിട്ട് താൻ ദ്രുമാൻ വീക്ഷ്യ, അങ്ങനെയുള്ള വൃക്ഷങ്ങളെ കണ്ടിട്ട് ആഗതഃ പെട്ടെന്ന് തന്നെ അവിടേക്ക് എഴുന്നള്ളിയ പിതാമഹഃ ബ്രഹ്മദേവൻ ബർഹിഷ്മതഃ പുത്രാൻ, പ്രാചീന ബർഹിസിന്റെ പുത്രന്മാരെ നയൈഹി, വളരെ നയത്തിൽ ചില വാക്കുകളെ കൊണ്ട്, നീതിവചനങ്ങളെ കൊണ്ട് അവരുടെ ആ ദേഷ്യത്തെയൊക്കെ ഒന്ന് ശമയാമാസ, സമാധാനിപ്പിച്ചു. ബ്രഹ്മാവ് ഉപദേശിച്ചതിന് ശേഷം അവരുടെ ക്രോധം ഒന്ന് തണുത്തു. അങ്ങനെ കുറെ വൃക്ഷങ്ങൾ അവിടെ ബാക്കിയായി. 47-ാമത്തെ ശ്ലോകം. തത്ര അവശിഷ്ടാ യേ വൃക്ഷാഃ ഭീതാഃ ദുഹിതരം തദാ ഉജ്ജഹ്രുസ്തേ പ്രചേതോഭ്യ ഉപദിഷ്ടാഃ സ്വയംഭുവാ. തത്ര അവശിഷ്ടാഃ, പിന്നീട് അവശേഷിക്കപ്പെട്ട യേ വൃക്ഷാഃ, ചില വൃക്ഷങ്ങൾ അഥവാ വൃക്ഷങ്ങളിൽ കുടികൊള്ളുന്ന ദേവചൈതന്യം, വൃക്ഷദേവതകൾ, അവർ തഥാ അപ്പോൾ ഭീതാഹ ഭയന്നു പോയി, ഇനിയും തങ്ങളെ നശിപ്പിക്കരുതേ എന്ന് യാചിക്കുന്ന രീതിയിൽ. ഒപ്പം തന്നെ അവരോടും ബ്രഹ്മാവ് പറഞ്ഞിരുന്നു, ഇവരുടെ ഈ ക്രോധം ശമിപ്പിക്കാൻ മകളെ ദാനം ചെയ്യുക. അങ്ങനെ സ്വയംഭുവ ഉപദിഷ്ടാഹ, ബ്രഹ്മാവിനാൽ ഉപദേശിക്കപ്പെട്ടവരായ തേ, ആ വൃക്ഷദേവതകൾ, ദുഹിതരം തങ്ങളുടെ മകളെ പ്രചേതോഭ്യ, പ്രചേതസ്സുകൾക്ക് ഉജ്ജഹ്രുഹു കാഴ്ചവെച്ചു. വേണമെങ്കിൽ ഇതിനെ ഭഗവാന്റെ ഒരു സങ്കല്പം എന്നും ചിന്തിക്കാം. കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ മാത്രമേ ഈ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയുള്ളൂ എന്നും ചിലപ്പോൾ ആകാം, അങ്ങനെയും ആകാം. എങ്കിലും ക്രോധം ഒരിക്കലും നല്ലതല്ല. അത് തെളിയിച്ചു തരാൻ കൂടിയാണ് ഈ ഒരു കഥാസന്ദർഭം. അതായത് എന്ത് തപസ് ചെയ്തിട്ടും വ്രതമെടുത്തിട്ടും നമ്മുടെ ക്രോധത്തെ ഒന്നും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. 48-ാമത്തെ ശ്ലോകം. തേച്ച ബ്രഹ്മണഃ ആദേശാത്
മാരിഷാം ഉപയേമിരേ ആദേശാൻ മാരിഷാം ഉപയേമിരേ യസ്യാം മഹദവജ്ഞാനാത് അജനയോനിജഃ മഹദവജ്ഞാനാത് അജന്യജനയോനിജഃ തേച്ച ആ പ്രചേതസ്സുകളും ബ്രഹ്മണഃ ആദേശാത് ബ്രഹ്മാവിന്റെ കൽപ്പന പ്രകാരം മാരിഷാം മാരിഷ എന്നുകൂടെ പേരുള്ള വാക്ഷിയെ ഉപയേമിരേ വിവാഹം ചെയ്തു. അപ്പോൾ ഭഗവാൻ ഒന്ന് ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു, അതിൻ്റെ കൂടെ ശ്രേഷ്ഠനായൊരു മകൻ ജനിക്കും എന്ന് പറഞ്ഞിരുന്നു. ആ മകൻ പൂർവജന്മത്തിലെ ദക്ഷയാഗത്തിൽ നമ്മൾ കണ്ട അന്ന് അഹങ്കാരിയായിരുന്ന ആ ദക്ഷനാണ് പുനർജനിക്കുന്നത്. അതാണ് അജനയോനിജഃ. മുജ്ജന്മത്തിൽ ബ്രഹ്മാവിന്റെ പുത്രനായിരുന്ന ആ ദക്ഷൻ മഹദവജ്ഞാനാത് മഹാദേവനെ അന്ന് അപമാനിച്ചതിനാൽ ആ ശരീരം വിട്ടുപോയി. അന്ന് ഒരു ആടിന്റെ തലയൊക്കെ കിട്ടിയിരുന്നു. പിന്നീട് അദ്ദേഹം മരിച്ചതിന് ശേഷം വീണ്ടും പുനർജനിക്കുകയാണ് ഈ പ്രചേതസ്സുകളുടെയും വാർഷിയുടെയും മകനായിട്ട്. യസ്യാം ഈ വാക്ഷിയിൽ അജനി ദക്ഷനായിട്ട് തന്നെ വന്ന് പിറന്നു. മുൻപ് ബ്രഹ്മാവിന്റെ പുത്രനായിരുന്നു ദക്ഷൻ, ഇപ്പോഴിതാ ക്ഷത്രിയ പുത്രനായിട്ടാണ് പുനർജന്മം. യഥാർത്ഥത്തിൽ അതൊരു താഴ്ചയാണ്. അന്ന് മഹാദേവനെ ധിക്കരിച്ച കാരണം ബ്രാഹ്മണ്യത്തിൽ നിന്ന് ക്ഷത്രിയത്വത്തിലേക്ക് താഴ്ന്നു വന്നു. ഇങ്ങനെയാണ് നമ്മുടെ ജന്മം മാറി വരുന്നത്. ഇപ്പോൾ ജനിച്ചിരിക്കുന്ന ഈ ദക്ഷൻ ചാക്ഷുഷ മന്വന്തരത്തിന്റെ അധിപനാണ്. 49 ശ്ലോകം. ചാക്ഷുഷേ തു അന്തരേ ത്വന്തരേ പ്രാപ്തേ പ്രാക് സർഗേ കാലവിദ്രുതേ യഹ സസർജ പ്രജാഹ ഇഷ്ടാഹ സഹ ദക്ഷഃ ദൈവചോദിതഃ. പ്രാക് സർഗം മുൻപുണ്ടായിരുന്ന സർഗം എന്നാൽ സൃഷ്ടിവിശേഷങ്ങളൊക്കെ പ്രളയത്തിൽ ഇല്ലാതായി. അവിടെ പ്രാകൃത പ്രളയം സംഭവിച്ചപ്പോൾ കാലവിദ്രുതേ കാലത്താൽ പൂർവ സൃഷ്ടികളെല്ലാം ഇല്ലാതായപ്പോൾ പിന്നീട് വന്നത് ചാക്ഷുഷേ ചാക്ഷുഷമെന്ന അന്തരേ മന്വന്തരം പ്രാപ്തേതു വന്ന അളവിൽ യഹ ആരാണോ യാതൊരു ദക്ഷനാണോ ദൈവചോദിതഃ ഈശ്വരപ്രേരിതനായി ഇഷ്ടാഹ പ്രജാഹ ഇച്ഛക്കൊത്ത പ്രജകളെ സൃഷ്ടിച്ചിരുന്നത് സഹ ദക്ഷഃ ആ ദക്ഷനാണ് ഇപ്പോൾ പ്രചേതസ്സുകൾക്ക് ജനിച്ചത്. അപ്പോൾ ഈ ദക്ഷൻ ചാക്ഷുഷ മന്വന്തരത്തിന്റെ പ്രജാപതിയായി. 50 ശ്ലോകം. യഹ യോ ജായമാനഃ സർവേഷാം തേജഃ തേജസ്വിനാം തേജസ്തേജസ്വിനാം രുച സ്വയാ ഉപാദത്ത സ്വയോപാദത്ത ദാക്ഷ്യാത് ച ദാക്ഷ്യാച കർമ്മണാം ദക്ഷം അബ്രുവൻ യഹ യാതൊരു ദക്ഷൻ ജായമാനഃ ജനിച്ചതും സ്വയാ രുച തൻ്റേതായ തേജസ്സിനാൽ സർവേഷാം തേജസ്വിനാം തേജഃ എല്ലാ തേജസ്വികളുടെയും തേജസ്സിനെ ഉപാദത്ത കവർന്നെടുത്തിരുന്നു. അതുകൊണ്ടും ഒപ്പം തന്നെ പിന്നീടുള്ള സൃഷ്ടികർമ്മത്തിലെ ആ കർമ്മങ്ങളുടെയൊക്കെ ദാക്ഷ്യാത് ദാക്ഷ്യം എന്നതുകൊണ്ട് ആ സാമർഥ്യം കുശലത ദക്ഷത്വം എന്ന് പറയും. ആ ദക്ഷത്വം കാരണവും അദ്ദേഹത്തിന് ദക്ഷൻ എന്ന പേര് അബ്രുവൻ പറഞ്ഞു വന്നു. പൂർവജന്മത്തിൽ ദക്ഷനായതുകൊണ്ടും ഈ ജന്മത്തിലെ കർമ്മകുശലത കൊണ്ടും ഒക്കെയാണ് അദ്ദേഹത്തെ വീണ്ടും ദക്ഷൻ എന്ന് തന്നെ പറഞ്ഞു വന്നത്. 51 ശ്ലോകം. തം പ്രജാസർഗരക്ഷായാം അനാദിഹി അഭിഷിച്യ പ്രജാസർഗരക്ഷായാം അനാദിഭിരഭിഷിച്യ ച യുയുജേ അന്യാശ്ച സഹ വൈ സർവ പ്രജാപതി. അനാദിയായ ആ ബ്രഹ്മാവ് തം ഈ ദക്ഷനെ അഭിഷിച്ച് പട്ടാഭിഷേകം ചെയ്തു വാഴിച്ച് പ്രജാസർഗരക്ഷായാം പ്രജാസൃഷ്ടിയുടെ പരിപാലന വിഷയത്തിൽ യുയോജ നിയമിച്ചു. ഇങ്ങനെയുള്ള സഹവൈ ആ ദക്ഷനാകട്ടെ
അന്യാൻ സർവ പ്രജാപതീൻ, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മറ്റു പ്രജാപതിമാരെയും പല പല കർമ്മങ്ങൾക്കായി യുയുജേച്ച ഏർപ്പാടാക്കുകയും ചെയ്തു. അങ്ങനെ ദക്ഷന്റെ ജനനം പറഞ്ഞുകൊണ്ടാണ് ഈ 30-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ 30-തമോ അധ്യായഃ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.